പ്രൈസ് ലോർഡ്. ദൈവനാമത്തിൻ്റെ മഹത്വമുണ്ടാകട്ടെ. എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗം കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. സ്പിരിറ്റ് ഓഫ് ഹെവിനെസ്, വിഷണ്ട മനസ്സ്, അതൊക്കെ നമ്മളെ തകർക്കുന്നതായിത്തീരും. അതുകൊണ്ട് ദൈവത്തിന് നാം നമ്മെ തന്നെ പൂർണ്ണമായി സമർപ്പിപ്പാൻ ഏൽപ്പിച്ചു കൊടുക്കണം. നമ്മുടെ ഓരോ ഭാരത്തെയും യേശു കർത്താവ് തന്നെ നമ്മളിൽ നിന്ന് എടുത്തു മാറ്റും. കുഞ്ഞെ, നീ ദൈവത്തെ ആരാധിക്കുക. നിൻ്റെ കഴിഞ്ഞ കാലങ്ങളിലെ ബന്ധനങ്ങൾ ഓർത്തല്ല വർഷിപ്പ് ചെയ്യേണ്ടത്. അതിനെ നീ വർഷിപ്പ് ചെയ്യാൻ പോരുത്. നീ ദൈവത്തെ ആരാധിക്കുക. നിൻ്റെ ഫോക്കസ് നീ ഒന്ന് റീഡയറക്റ്റ് ചെയ്ത് യേശു കർത്താവിനെ ആരാധിക്കുന്നതിലേക്ക് തിരിക്കുക. ദൈവത്തെ ഫോക്കസ് ചെയ്യുക, അല്ലാതെ ഈ ലോകത്തിലെ ഭാരങ്ങളിലേക്ക് നോക്കാൻ പോകരുത്. നേരത്തെ ചിന്തയ്ക്കായിട്ട് സദൃശ്യവാക്യം 12:25, Proverbs 12:25. മനോവ്യസനം ഹേതുവായി മനുഷ്യൻ്റെ മനസ്സിടിയുന്നു, ഒരു നല്ല വാക്കോ അതിനെ സന്തോഷിപ്പിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഈ നാളിൽ നല്ല വാക്കുകൾക്ക് എത്രമാത്രം പ്രാധാന്യമുണ്ടെന്നുള്ളത് മനസ്സിലാക്കണമേ. നമ്മൾ ദൈവത്തെ നോക്കുമ്പോൾ നമ്മുടെ ഭാരങ്ങൾ ഒന്നുമില്ല എന്ന് തോന്നും. എന്നാൽ അല്ലാതെ നാം ചിന്തിക്കാൻ തുടങ്ങിയാൽ ഈ ഭാരങ്ങളും ഈ ലോകത്തിലെ വറീസുമെല്ലാം പിശാച് നമ്മളെ വലുതാക്കി കാണിക്കും, മാഗ്നിഫൈ ചെയ്ത് കാണിക്കും. അങ്ങനെ വരുമ്പോഴേക്ക് നമ്മുടെ മനസ്സ് ഇടിയുവാൻ തുടങ്ങും. ആധികളും അത് ഒന്നിനു പുറകെ ഒന്നായിട്ട് നിൻ്റെ ആരോഗ്യത്തെ ബാധിക്കുവാനിടയാകും. അതുകൊണ്ട് ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയട്ടെ. ഡോണ്ട് ലെറ്റ് ദ കെയർസ് ഓഫ് ദിസ് വേൾഡ് ഗ്രിപ്പ് ആൻഡ് ലോഡ് ഓവർ യുവർ ഹാർട്ട്. ഹല്ലേലൂയ. നമ്മുടെ ഫോക്കസ് നാം റീഡയറക്റ്റ് ചെയ്ത് ദൈവത്തിങ്കിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കേന്ദ്രീകരിപ്പാൻ തക്കവണ്ണം ഇടയാകണം. ദൈവവചനം നാം ഭക്ഷിക്കണം. അവൻ്റെ വചനം നമ്മെ എൻകറേജ് ചെയ്യും. ഈ ദൈവവചനമുണ്ടല്ലോ, നമ്മളെ പണിയും. ദൈവത്തിൻ്റെ വാക്കുകൾ നമ്മെ ബലപ്പെടുത്തും. ദൈവത്തിൻ്റെ വാക്ക് നമ്മുടെ വഴികളെ ഡയറക്റ്റ് ചെയ്യും, നമ്മളെ ലീഡ് ചെയ്യും. അതുകൊണ്ട് നിൻ്റെ ഭയവും നിൻ്റെ സംശയങ്ങളും നിൻ്റെ വറീസും ഫ്രസ്ട്രേഷൻസും തോൽവികളും കുറവുകളും ഒന്നും നിന്നെ കയറി ഭരിപ്പാൻ നീ ഇടയാക്കരുത്. ദൈവവേദലേ, don't let the weight of the past torment over your thoughts. ദൈവം തീർച്ചയായും ജയം തരുമെന്നുള്ളത് ഓർത്തുകൊള്ളണം. എന്തുവാ കുഞ്ഞെ ഇപ്പോൾ നിൻ്റെ ഹൃദയത്തിൻ്റെ ഭാരം? നീ എന്തിനെ ഓർത്താ വഴിയടിക്കുന്നത്? ഏത് കാര്യത്തെയാണ് നീ ഇത്ര കൺസേൺഡായിട്ട് കാണുന്നത്? രാത്രികാലം ഏത് കാര്യം ചിന്തിച്ചാ കുഞ്ഞെ നീ ഞെട്ടി ഉണരുന്നത്? ഈ ലോകത്തിൻ്റെ വെയിറ്റ് ഉണ്ടല്ലോ, നിൻ്റെ ഹൃദയത്തെ കെട്ടിയിടുവാൻ ഇടയാകരുത്. യേശു കർത്താവ് നിന്നെ ഭരിക്കട്ടെ. നിൻ്റെ ഹൃദയത്തിലേക്ക് ഫുൾ ആക്സസ് ദൈവം തരട്ടെ. നിൻ്റെ ഹൃദയത്തിലേക്ക് ആർക്കാണ് ആക്സസ് ഉള്ളത്? ആരാണ് നിൻ്റെ ഹൃദയത്തിൻ്റെ ആ ത്രോണിൽ ഇരിക്കുന്നത്? ഹു ഈസ് റൂളിങ് യു? നീ വർഷിപ്പ് ചെയ്യുന്നത് നിൻ്റെ വറീസിനെയാണോ? നീ ഫീഡ് ചെയ്യുന്നത് നിൻ്റെ ആകുലതയാണോ? ദൈവത്തിന് കീഴ്പ്പെട്. ദൈവത്തിൻ്റെ വചനം നിന്നെ സൗഖ്യപ്പെടുത്തട്ടെ. പ്രൈസ് ഗോഡ്. തീർച്ചയായിട്ടും ആങ്സൈറ്റി വന്നാൽ നമ്മുടെയൊക്കെ മനസ്സ് ഇടിയത്തേ ഉള്ളൂ. വിചാരപ്പെടുന്നതിനാൽ നമുക്ക് ഒരു നീളവും കൂട്ടുവാനായിട്ട് സാധിക്കത്തില്ല. നമ്മുടെ സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും നാം വിട്ടുകളയണമെന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നത്. 1 പത്രോസ് 5-ാം അധ്യായം അതിൻ്റെ 7-ാം വാക്യം, 1 Peter chapter 5 verse 7. അവൻ നിങ്ങൾക്കായി കരുതുന്നതാകിയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേൽ ഇട്ടുകൊള്ളുകയും. ഇടാൻ പറ്റുമോ? തുടർമാനമായിട്ട് നീ ഇട്ട് കൊടുക്കണം നിൻ്റെ വറീസൊക്കെ. എന്നിട്ട് നീ സ്റ്റോപ്പ് ചെയ്യണം. നിൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ മണ്ഡലങ്ങളിലും
ഏതവസ്ഥയിൽ കൂടി നീ കടന്നു പോയാലും യേശു കർത്താവിനെ ആരാധിപ്പാൻ തക്കവണ്ണം നീ പ്രാധാന്യം നിൻ്റെ ജീവിതത്തിൽ കൊടുക്കണം. അവനെ തന്നെ ഫോക്കസ് ചെയ്യുക. അവന് വേണ്ടി ജീവിക്കുമെന്ന് ഓരോ ദിവസവും നീ നിൻ്റെ ഹൃദയത്തിൽ തീരുമാനമെടുക്കുക. ദൈവം നിൻ്റെ ഭയത്തെയൊക്കെ ക്രഷ് ചെയ്ത് കളയും. നിൻ്റെ തോൽവിയെ അവൻ ക്രഷ് ചെയ്യും. നീ കിടക്കുന്ന കുഴിയിൽ നിന്ന് അവൻ നിന്നെ പൊക്കിയെടുക്കും. ഒരിക്കലും നിൻ്റെ ആകുലതകൾ നിന്നെ വലിച്ച് താഴെയിടുവാൻ നീ അനുവദിക്കരുത്. നിൻ്റെ ഭയം നിൻ്റെ തല കുനിയുവാൻ ഇടയാക്കരുത്. ദൈവത്തിൻ്റെ മഹത്വം നമ്മിൽ വസിക്കട്ടെ. ദൈവത്തിൻ്റെ ശക്തി നമ്മിൽ ഇറങ്ങട്ടെ. അവൻ്റെ മഹത്വമുണ്ടല്ലോ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും വെളിപ്പെട്ട് വരട്ടെ. അവൻ്റെ സമാധാനം നമ്മെ ഓവർടേക്ക് ചെയ്യട്ടെ. അവൻ്റെ സമാധാനം നമ്മെ സൂക്ഷിക്കട്ടെ. അവൻ്റെ സമാധാനം നമ്മെ സംരക്ഷിക്കട്ടെ. അവൻ്റെ സമാധാനം നമ്മുടെ ഭയത്തെ ക്രഷ് ചെയ്ത് കളയട്ടെ. ദൈവം നമുക്ക് സമാധാനം തരട്ടെ. ദൈവസമാധാനം നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ ഭാഗത്തെയും മൂടട്ടെ. ദൈവീയ സമാധാനം നമ്മളെ ലീഡ് ചെയ്ത് നമ്മുടെ ഓരോ കാൽ ചുവട് വയ്പും നിയന്ത്രിക്കട്ടെ. ലെറ്റ് ഗോഡ്സ് പീസ് ഡയറക്റ്റ് യുവർ കോഴ്സ്. ലെറ്റ് ദ പീസ് ഓഫ് ഗോഡ് റെസ്റ്റ്, റൂൾ ആൻഡ് അബൈഡ് ഇൻ യുവർ ഹാർട്ട് ഫോർ എവർ. സകല ചിന്താകുലവും അവൻ്റെ മേലിടുവാൻ തക്കവണ്ണം നമുക്ക് കഴിയണം. കർത്താവ് അത് ചുമക്കും കേട്ടോ. നമ്മുടെ ഹൃദയത്തിൻ്റെ ഏതവസ്ഥയും മനസ്സിലാക്കാൻ കഴിയുന്നവനാണ് നമ്മുടെ കർത്താവ്. അതുകൊണ്ട് കാസ്റ്റ് യുവർ ആങ്സൈറ്റി, worries and concerns over to him. Let the past don't cling to your heart. കഴിഞ്ഞത് കഴിഞ്ഞു. ലെറ്റ് ഇറ്റ് ഗോ. നിൻ്റെ worries നിൻ്റെ ജീവിതത്തെ മൂടിക്കളയരുത്. നിൻ്റെ സംശയങ്ങൾ നിന്നെ റൂള് ചെയ്യുവാൻ, നിന്നെ ഭരിക്കുവാൻ ഇടയാകരുത്. അവൻ്റെ വചനം നിന്നെ റൂള് ചെയ്യട്ടെ. അവൻ്റെ വചനം നിൻ്റെ മനസ്സിനെ തുടർമാനമായിട്ട് കഴുകട്ടെ. അവൻ്റെ സമാധാനം നിന്നെ ഓവർടേക്ക് ചെയ്യട്ടെ. ദൈവം നിനക്കായി കരുതുന്നുണ്ട്. ദൈവം നിന്നെ കാണുന്നുണ്ട്. ഒന്ന് സറണ്ടർ ചെയ്ത് കൊടുക്കാമോ? നിൻ്റെ ഭാരമൊന്നും അവൻ്റെ കാൽപാദപ്പെടുത്തെങ്കിൽ ഇടാൻ പറ്റുമോ? നിൻ്റെ ഫ്രസ്ട്രേഷൻ ആ സിംഹാസനത്തിൻ്റെ ചുവട്ടിൽ ഇടുകുഞ്ഞേ. അതവിടെ വിട്ടേക്കെന്നിട്ട്. His throne is greater than your problem. ദൈവത്തിൻ്റെ അതോറിറ്റി ഇറ്റ് ഈസ് സോവറിൻ. അവൻ്റെ അതോറിറ്റി ഇറ്റ് ഈസ് അബ്സല്യൂട്ട്. ആ അതോറിറ്റി ഉണ്ടല്ലോ, ആ അധികാരം സകല ഭാരത്തെയും നീരിച്ചു കളയും. അതുകൊണ്ട് ആ മഹത്വത്തിന് ഒന്ന് കീഴടങ്ങി കൊടുക്കുക. ഹല്ലേലൂയ. യേശു കർത്താവിൻ്റെ പവറുണ്ടല്ലോ, അതോറിറ്റി ഉണ്ടല്ലോ, അതിനൊന്ന് കീഴ്പ്പെട്ടിരിക്കാൻ പറ്റുമോ? ദൈവം നമുക്കായി കരുതുന്നുണ്ട് കേട്ടോ. നിൻ്റെ ബേർഡൻസ് അവൻ്റെ മേലിട്. അവൻ തീർച്ചയായിട്ടും അത് ചുമക്കുമെന്ന് പറഞ്ഞാൽ നമ്മുടെ യേശു വാക്ക് മാറാത്തവനാ. ഒരിക്കലും അവൻ വാക്ക് മാറത്തില്ല. അവൻ പറഞ്ഞാൽ നമുക്ക് വേണ്ടി പറഞ്ഞതുപോലെ ചെയ്യുന്നവനാ. നിൻ്റെ ഹൃദയത്തെ ദൈവം തന്നെ ട്രാൻസ്ഫോം ചെയ്യട്ടെ. കഴിഞ്ഞ കാലങ്ങളിലെ കാര്യങ്ങളൊക്കെ വിട്ടേര് ദൈവ പൈതലേ. ദൈവം നമുക്ക് വേണ്ടി കരുതും, അവ ചുമക്കും. അത് നമുക്ക് എത്രയോ ആശ്വാസമാണ് അല്ലേ? പ്രൈസ് ഗോഡ്. പൂർണ്ണമായി കർത്താവിങ്കൽ സമർപ്പിക്കുക. അവൻ വിശ്വസ്തയോടെ നിന്നെ നടത്തും. നിൻ്റെ രണ്ട് കൈയും വീശി നടക്കുവാൻ തക്കവണ്ണം അത്രയ്ക്കുള്ള ഫ്രീഡം അവൻ നമുക്ക് തരും. ദൈവഭക്തരായിട്ടിരുന്ന് അവൻ്റെ ഇഷ്ടം ചെയ്തുകൊണ്ട് നാം മുന്നോട്ട് ജീവിക്കുമ്പോഴുണ്ടല്ലോ, ഒരരിഷ്ടതയും നമ്മെ ഭയപ്പെടുത്തത്തില്ല. ഒരരിഷ്ടതയും നമ്മുടെ മേൽ ആധിപത്യം നടത്തുകയില്ല. സ്വർഗത്തിലെ ദൈവത്തിൻ്റെ മുമ്പിൽ അവൻ്റെ സകല പ്രവൃത്തികൾക്കും സ്തോത്രം ചെയ്തുകൊണ്ട് ജീവിപ്പാൻ ഭക്തന്മാർ നിന്നെ വാഴ്ത്തും എന്ന് ഭക്തന്മാർ പറയുന്നത് പോലെ ദൈവത്തെ വാഴ്ത്തി സ്തുതിച്ചുകൊണ്ട് ജീവിപ്പാൻ തക്കവണ്ണമുള്ള അവസരം കർത്താവ് ഓരോ ശ്രോതാക്കൾക്കും തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കണ്ണുകളടയ്ക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, നിൻ്റെ രാജ്യത്വത്തിൻ്റെ മഹത്വം, നിൻ്റെ ശക്തി കർത്താവേ, അത് നിത്യരാജ്യത്വവും നിൻ്റെ ആധിപത്യം തലമുറ തലമുറയോളം ഇരിക്കുന്നുവെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഭാരങ്ങൾ വിട്ടൊഴിഞ്ഞവരായി ജീവിപ്പാൻ തക്കവണ്ണം
ആ ഭാരങ്ങളെ ഏറ്റെടുക്കുന്നൊരു കർത്താവ് ഞങ്ങൾക്കുള്ളതിനാൽ പരിപൂർണമായ കർത്താവിൻ്റെ സന്നിധി ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. പ്രാർത്ഥനയുടെ സ്തോത്രം യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഗോഡ് ബ്ലെസ് യു ഓൾ.